വിധി അറിഞ്ഞതിൽ ആശ്വാസമുണ്ട്. പക്ഷെ സന്തോഷമൊന്നും തോന്നിയില്ല. കാരണം നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചു കിട്ടൂലല്ലോ. അതുകൊണ്ട് അറിഞ്ഞതിൽ ആശ്വാസമുണ്ട്. ഇത്രയും കാലം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. 19 വർഷം 3 മാസവും ഈ ശിക്ഷ നടപ്പിലാക്കാനും ശിക്ഷ കിട്ടാനും വേണ്ടിയിട്ട് അതിനു വേണ്ടി കാത്തിരുന്ന അവൻ്റെ അച്ഛനിൽ നിന്ന് ലോകം വെടിഞ്ഞിട്ടും 2 വർഷം കഴിഞ്ഞു. എങ്കിലും അല്പം ആശ്വാസം എന്ന് പറയാം. അതെ, വധശിക്ഷ തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഒരിക്കലും അവർ പുറത്ത് വരാൻ പാടില്ല. അവിടെ നിന്ന് തന്നെ അവരുടെ ജീവിതം തീരണം. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ വെള്ളത്തിന് എൻ്റെ മനസ്സിൻ്റെ തകർച്ച എല്ലാ അമ്മമാർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. ഇതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കൊലക്കത്തി എടുക്കാനും പാടില്ല, കൊല ചെയ്യാനും പാടില്ല. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതൊരു പാഠമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൃപ്തി എനിക്ക് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടൂലല്ലോ. അത് തിരിച്ചു കിട്ടിയെങ്കിലല്ലേ എനിക്ക് ആശ്വസിക്കാം, അവനെ കണ്ടു സന്തോഷിക്കാൻ കഴിയുള്ളൂ. അതൊരിക്കലും കിട്ടൂലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ സന്തോഷിക്കുക? എങ്കിലും അതിലിപ്പോൾ ആശ്വാസം ഉണ്ടെന്ന് പറയാം. ഇതിനു വേണ്ടി പ്രവർത്തിച്ച അഡ്വക്കറ്റോടും ന്യായവിധിനോടും ഞാൻ 1000 നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പാർട്ടിക്കാരോടും നാട്ടുകാരോടും അവരുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ചെറിയ സന്തോഷമുണ്ട്. എന്നാലും ചെറിയ സന്തോഷമുണ്ട്. എന്നാലും 12 വർഷം കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങുന്നല്ലേ ചെയ്യുക. ആർക്കും തൂക്കുകയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ആരും നിരാശയില്ല. എനിക്ക് ഈ നിരാശയുണ്ട്. 12 കൊല്ലം കഴിഞ്ഞാൽ ഇവർ പുറത്തന്നെയല്ലേ ഇറങ്ങുക. വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആർക്കും അത് കിട്ടണം തന്നെയാണ് ആഗ്രഹം. ഒരമ്മക്കും ഒരു പങ്ങൾക്കും ഈ ഗതി ഉണ്ടാവാൻ പാടില്ല ഇനി ഒരിക്കലും. തീരുമാനിച്ചില്ല. എന്നാലും സന്തോഷം. എല്ലാവർക്കും പാർട്ടിയോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു.